യെസ്, നമുക്ക് ഫൈനലായിട്ടുള്ള ഒരു ലീഡ് നില നോക്കുമ്പോൾ മിഷിഗണിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ട്രംപ് വളരെ വലിയ രീതിയിൽ ലീഡ് നില ഉയർത്തിയിരിക്കുന്നു. 6% ട്രംപിന്റെ ലീഡ് നില ഉയർന്നിരിക്കുകയാണ്. 47% വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ പെൻസിൽവാനിയയിൽ 2.80, 85% വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞിരിക്കുന്നു. വിസ്കോൺസിനിൽ 3.90, 77% വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞിരിക്കുന്നു. ജോർജിയയിൽ നേരത്തെ 91% 93% വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ ട്രംപിന്റെ ലീഡ് നില എന്ന് പറയുന്നത് 2.30. അരിസോണയിൽ 50% വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന 0.40 നിന്ന് 0.50 ലീഡ് നില ഉയർത്തിയിരിക്കുന്നു. നെവാഡയുടെ ഒരു സ്കോർ ബോർഡ് ഇതുവരെ തുറന്നിട്ടില്ല എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നോർത്ത് കരോളിന കോൾ ഔട്ട് ഫോർ ട്രംപ്, ഒഹായോ കോൾ ഔട്ട് ഫോർ ട്രംപ്. അപ്പോൾ ഇനി ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മിഷിഗൺ ആയിരിക്കും. മിഷിഗണിൽ 50% പോലും വോട്ട് എണ്ണിക്കഴിഞ്ഞിട്ടില്ല. പക്ഷേ ട്രംപ് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത്. 6.20% വോട്ടുകൾക്ക് ട്രംപ് മുന്നിൽ നിൽക്കുന്നു. പെൻസിൽവാനിയയിൽ 2.80, ഓർക്കുക 85%. ഇനിയും ആയിരക്കണക്കിന് വോട്ടുകൾ എണ്ണാനുണ്ട്. ചിലപ്പോൾ മാറി പറയാനുള്ള ഒരു സാധ്യതയുണ്ട്. പെൻസിൽവാനിയാണ് ശ്രദ്ധാകേന്ദ്രം. പെൻസിൽവാനിയ ട്രംപിന്റെ പോക്കറ്റിലേക്ക് കംഫർട്ടബിൾ ആയിട്ട് വരികയാണെങ്കിൽ കമലയ്ക്ക് മുന്നിലുള്ള സാധ്യതകൾ, വാതിലുകൾ അത് ഒന്നൊന്നായി അടയാനുള്ള ഒരു സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇനി ബാറ്റിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ്സ് ആണ് ശ്രദ്ധാകേന്ദ്രം. കാരണം ഇനി മുന്നിലുള്ള റിസൾട്ട് ഒക്കെ പ്രഖ്യാപിക്കുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇരു പാർട്ടികളുടെയും ഉറച്ച കോട്ടയാണ്. അവിടെ അവർ വലിയ രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കുന്നു. റിപ്പബ്ലിക്കൻ പാർട്ടി ആയിക്കോട്ടെ, ഡെമോക്രാറ്റിക് പാർട്ടി ആയിക്കോട്ടെ. ഇനി ശ്രദ്ധാകേന്ദ്രം ഈ പറയുന്ന സ്വിംഗ് സ്റ്റേറ്റ്സ്. നെവാഡയിൽ റിസൾട്ട് വന്നിട്ടില്ല, അവിടെ ഒരു സ്കോർ ബോർഡ് ഓപ്പൺ ചെയ്തിട്ടില്ല. 6 ഇലക്ട്രൽ വോട്ടുകളേ ഉള്ളൂ. പക്ഷേ 6 ഇലക്ട്രൽ വോട്ടുകൾ, ഓരോ ഇലക്ട്രൽ വോട്ടുകളും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകം തന്നെയാണ്. ഈ പറയുന്ന ഒരു കോമ്പിനേഷൻ, അതിന്റെ ഒരു മാജിക് ഏതെങ്കിലും തരത്തിൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് അനുകൂലമായി സംഭവിച്ചാൽ നെവാഡയിലെ ആ ഒരു 6 സീറ്റ് എന്ന് പറയുന്നത് അതിനിർണായകം തന്നെയാണ്. അവിടെ ഒരു സ്വിംഗ് സ്റ്റേറ്റ് ആണ്, ഒരു ഡെമോക്രാറ്റിക് പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് അവിടെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നെവാഡയുടെ ഒരു ഫലം അതീവ നിർണായകം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ എന്ന് നമുക്ക് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു.